ഇവിടയിൽ പ്രധാനമായിട്ട് നമ്മൾ 2-3 വിഷയങ്ങളാണ് ഫോക്കസ് ചെയ്യുന്നത്. അതിൽ വാൾ സ്ട്രീറ്റ് ജേർണൽ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് അമേരിക്കയ്ക്ക് ഭയങ്കര പേടിയാണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അത് പേടി എന്ന് പറഞ്ഞത് അവർ ആമുഖമായിട്ട് പറഞ്ഞതാണ്. എന്താണോ നമ്മൾ 2 ദിവസത്തിന് മുമ്പ് അമേരിക്കയെക്കുറിച്ച് അമേരിക്കയ്ക്ക് 2 നിലപാടാണ്, അമേരിക്ക കൺഫ്യൂസ്ഡ് ആണ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തന്നെ ആ സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായിട്ട് വാൾ സ്ട്രീറ്റ് ജേർണൽ ഇന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തുർക്കിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം, തുർക്കിയുടെ പാർലമെന്റിന്റെ ഉള്ളിൽ പൊരിഞ്ഞടി എന്ന് പറഞ്ഞാൽ അവിടെ ജസ്റ്റിസ് മിനിസ്റ്റർക്ക് പദവി പ്രമാണം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടുവന്ന സാഹചര്യത്തിൽ ഇയാളുടെ ഇലക്ഷൻ അത്ര പ്രോപ്പർ അല്ലായിരുന്നു, നേരായ മാർഗത്തിലൂടെയല്ല ഇയാൾ വിജയിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്പോസിറ്റ് പാർട്ടികളെല്ലാം കൂടി ഇറങ്ങി ആദ്യം ചെറിയ രീതിയിലാണ് പ്രതിഷേധം തുടങ്ങിയത്. ഇസ്താൻബുളിൽ തുർക്കിയുടെ പാർലമെന്റിന്റെ ഉള്ളിൽ പൊരിഞ്ഞടി, അങ്ങോട്ടും ഇങ്ങോട്ടും കോട്ട് സൂട്ട് ഇട്ടുകൊണ്ടുള്ള അടിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. നിരവധി പേർക്ക് മുഖത്തൊക്കെ പരിക്കേറ്റിട്ടുണ്ടെന്നും നല്ല രീതിയിലുള്ള ഇടി അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയിട്ടുണ്ട്. അതിൻ്റെ രംഗങ്ങളാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. എന്തായാലും തയ്യബ് എർദോഗൻ ശരിക്കും പാർലമെന്റിന്റെ ഉള്ളിൽ ഇല്ലായിരുന്നു, അതുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടു. അമേരിക്കയുടെ ഉള്ളിൽ ടെക്സസിൽ ശരിക്കും മെക്സിക്കോയുടെ ബോർഡറിന്റെ അടുത്ത് എൽ ഫെസോ എന്ന് പറഞ്ഞൊരു സ്ഥലം, ഈ സ്ഥലത്ത് 3 ഡ്രോൺ പറന്നതായിട്ട് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് കണ്ടെത്തുന്നത്. ഇത് കണ്ടെത്തുന്നത് മാത്രമല്ല, അതിനെ തുടർന്ന് ഇമീഡിയറ്റ് ആയിട്ട് അമേരിക്കയിലെ FAA ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അവർ ഉടനെ തന്നെ ഉത്തരവ് പുറപ്പെടുവിച്ചു. ഇമീഡിയറ്റ് ആയിട്ട് ഒരു ടെമ്പററി സസ്പെൻഷൻ ഇമീഡിയറ്റ് ആയിട്ട് അവർ ഏർപ്പെടുത്തി, ഫ്ലൈറ്റുകൾ ഇനി ടേക്ക് ഓഫ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട്. അതായത് ഇവർ 9/11 സമാനമായിട്ടുള്ള ആ ഒരു പ്രതീതിയും ഒരു സെക്യൂരിറ്റി അലേർട്ട് അവയർനെസ് ഒക്കെയാണ് അമേരിക്ക ഒട്ടാകെ പുറപ്പെടുവിച്ചത്. ഇതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇത് മെക്സിക്കോയുടെ ഉള്ളിൽ നിന്നും ഈ മരുന്ന് കച്ചവടക്കാരന്മാർ, ഡ്രഗ് കാർട്ടൽസ്, അവരാണ് ഈ ഡ്രോൺ പറപ്പിച്ചത്. അത് പിന്നീട് വൈകുന്നേരമാണ് കണ്ടെത്തിയത്. പക്ഷേ ഈ മെക്സിക്കോയുടെ ബോർഡറിൻ്റെ നല്ല രീതിയിലുള്ള സെക്യൂരിറ്റി സിസ്റ്റം, ഈ അമേരിക്കയുടെ ബോർഡറിൽ, മെക്സിക്കോ ബോർഡറിൽ പാട്രിയോട്ട് സിസ്റ്റം, അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള എയർ ഡിഫൻസ് സിസ്റ്റം ഒക്കെ സെക്യൂർ ആയിട്ടിരിക്കുന്ന ഒരു ഏരിയയാണ്. ആ ഏരിയയിൽ അമേരിക്കയുടെ ഇലക്ട്രോണിക് വാർഫെയർ എബിലിറ്റി അതിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലായിരുന്നു ഈ 3 ഡ്രോണുകളും അമേരിക്കയുടെ ഉള്ളിലേക്ക് കടന്നു വന്നത്. എന്തുകൊണ്ട് ഇലക്ട്രോണിക് വാർഫെയർ ടെക്നോളജി മെത്തേഡിൽ ഇത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള അമേരിക്കയ്ക്ക് ഇതിനെ അപ്പം തന്നെ ആ സ്പോട്ടിൽ തന്നെ അടിച്ച് വീഴ്ത്താൻ കഴിഞ്ഞില്ല? ആ ചോദ്യം ഇപ്പോഴും ബാക്കിയാവുകയാണ്. പക്ഷേ എന്നിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അവരുടെ ഹോംലാൻഡ് സെക്യൂരിറ്റി അവർ പെട്ടെന്ന് തന്നെ ഒരു പ്രഖ്യാപനം, അതായത് ഇത് നമുക്ക് നാണക്കേടാണ്, അപ്പം ഈ 3 ഡ്രോണുകളെയും നമ്മൾ നിർവീര്യമാക്കിയിട്ടുണ്ട്, അതിനെ ഇന്റർസെപ്റ്റ് ചെയ്ത് അതിനെ വെടിവെച്ച് വീഴ്ത്തിയിട്ടുണ്ട് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ്, പ്രസ്താവന പുറപ്പെടുവിച്ചു. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഓപ്പറേഷൻസ് ഒക്കെ അമേരിക്കയുടെ ഉള്ളിൽ നോർമലായി എന്നാണ് വാർത്തകൾ വരുന്നത്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അമേരിക്ക അത്രത്തോളം ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹൈ ലെവൽ സെക്യൂരിറ്റി സർവൈലൻസിലുള്ള ഒരു ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന് പറ്റിയ വീഴ്ചയാണ് നമ്മളിവിടെ നോക്കിക്കാണേണ്ടത്. ഇലക്ട്രോണിക് വാർഫെയർ മെനൂവറിംഗിൽ അമേരിക്കയ്ക്കും പാളിച്ചകൾ ഉണ്ടെന്നാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. കാരണം ഒരുപാട് ഡ്രോൺ അറ്റാക്കാണ് ഉക്രൈൻ റഷ്യക്കുള്ളിൽ നടത്തുന്നത്, റഷ്യയും തിരിച്ച് ഡ്രോൺ അറ്റാക്കാണ് നടത്തുന്നത്. അപ്പം ഇത് ഇലക്ട്രോണിക് വാർഫെയർ മെനൂവറിംഗിന്റെ ഒരു ടൈം ലൈനാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ആ മേഖലയിൽ അമേരിക്ക കൂടുതൽ പരിജ്ഞാനം നേടേണ്ടതുണ്ട് എന്നതിനെ തെളിയിക്കുന്ന തരത്തിലായിരുന്നു ഇന്നത്തെ ആ ഒരു ഓപ്പറേഷൻ. അമേരിക്ക പേടിക്കുന്നു, ഇറാനെ അറ്റാക്ക് ചെയ്യാൻ അമേരിക്ക പേടിക്കുന്നു എന്നുള്ള തരത്തിൽ വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ്. ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസിന്റെ അവിടെ ഒരു അൺസർട്ടനിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടുത്തെ ട്രേഡിനെ അത് അഫക്റ്റ് ചെയ്യും. ട്രേഡിനെ അഫക്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 80% എണ്ണ അതിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ആ ഒരു മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എണ്ണ വില കുതിച്ചു വീരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മറ്റുള്ള രാജ്യങ്ങൾ, അതായത് എണ്ണ വിൽക്കുന്ന രാജ്യങ്ങളും എണ്ണ വാങ്ങിക്കുന്ന രാജ്യങ്ങളും, അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ആഗോളതലത്തിൽ മെജോറിറ്റി രാജ്യങ്ങൾ അമേരിക്കയ്ക്കെതിരെ പ്രഷർ ഇടാനുള്ള സാധ്യതയുണ്ട്. അമേരിക്ക എത്രയും വേഗം ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറണമെന്നുള്ള പ്രഷർ അമേരിക്കയുടെ മേളിൽ വരും. അപ്പോൾ അതുകൊണ്ട് ഇറാന്റെ മേളിൽ കൈവച്ച് കഴിയുമ്പോൾ പല രാജ്യങ്ങളും പ്രഷർ ഇടാനുള്ള സാധ്യതയുണ്ട്. ആ സമ്മർദ്ദത്തിൽ അമേരിക്ക ഒരുപക്ഷെ പിടിച്ചു നീക്കാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് ഇറാന്റെ മേളിൽ ഒരു യുദ്ധം തുടങ്ങുന്നതിന് മുമ്പേ പലതവണ ആലോചിക്കുന്നത് നല്ലതാണ് എന്നുള്ളതാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ അഭിപ്രായം. പക്ഷേ നെതന്യാഹുവിനും ഇസ്രായേലിനും ഇങ്ങനെയല്ല താല്പര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് നെതന്യാഹു അവിടെ ഇരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ട്രംപിനെ. 2 വിഷയങ്ങളാണ് കൺവിൻസിങ് നടക്കുന്നത്. ഒന്ന്, വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിൽ ഞാൻ ഈ കാണിക്കുന്ന മാപ്പിൽ ഗ്രീൻ കളറിൽ കാണിക്കുന്ന സ്ഥലം, അപ്പോൾ അതിൽ ഒരു ബ്ലൂ കളർ ഷെയ്ഡ് ഉണ്ടല്ലോ, ആ ജെറുസലേമിന്റെ ആ ഒരു ഏരിയ, ആ ഏരിയയിൽ ഏറ്റവും കൂടുതൽ സ്ഥലങ്ങൾ ഒഴിപ്പിച്ച് അവിടുത്തെ സെറ്റിൽമെന്റുകളൊക്കെ, അവിടെ പുതിയ സെറ്റിൽമെന്റുകൾ ഇസ്രായേൽ സ്ഥാപിച്ചിട്ടുണ്ട്, അതിനെ അനക്സ് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആ അനക്സേഷനെ അമേരിക്ക അംഗീകരിക്കുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അതായത് കുറച്ച് വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നില്ല എന്നല്ല, അത് വെയിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് എന്ത് പറഞ്ഞിട്ട് ട്രംപിനെ കൺവിൻസ് ചെയ്യും നമുക്കറിയില്ല. ജറാദ് കുഷ്ണർ പോലത്തെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരെയൊക്കെ വെച്ചിട്ട് കൺവിൻസ് ചെയ്യുമായിരിക്കാം. പക്ഷെ അതേസമയം ഇറാനെ ആക്രമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ കൺവിൻസ് ആയിട്ടില്ല എന്നാണ്. അതായത് ഈ മൊമെന്റ് വരെ ഇറാനെ ആക്രമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ പറയുന്ന വിഷയങ്ങളിലേക്ക് അമേരിക്ക കൺവിൻസ് ആയിട്ടില്ല. ഈ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഇത്രത്തോളം ആയുധങ്ങൾ ഡംപ് ചെയ്തിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഇറാനെ ടാർഗറ്റ് ചെയ്ത് തന്നെയാണ്. ഇസ്രായേൽ വലിഞ്ഞു കയറി അമേരിക്കയിലേക്ക് പോയതുപോലെ ഒരു തോന്നൽ എനിക്കിപ്പം തോന്നുന്നുണ്ട്. കാരണം ഇസ്രായേൽ ഒരു പക്ഷേ ഇടപെട്ടില്ലായിരുന്നുണ്ടെങ്കിൽ അമേരിക്ക ഒരു പക്ഷേ അവർ സ്വന്തമായി തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തേനെ. ഇപ്പൊ ഇസ്രായേൽ ഇടപെട്ടത് കൊണ്ട് ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇസ്രായേലിന്റെയും കൂടെ ഒരു സ്റ്റേക്ക് ആവാം എന്നുള്ള രീതിയിൽ അമേരിക്ക ഇസ്രായേലിനെ ഒപ്പം കൂട്ടിക്കൊണ്ട് പോകാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ അമേരിക്ക ഇങ്ങനെ ഇറങ്ങി അടിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും തുരിതര ഇസ്രായേലിന്റെ ഉള്ളിലായിരിക്കും മിസൈലുകൾ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ എന്തായാലും ചർച്ചകൾ അമേരിക്കയിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ഈ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അമേരിക്കയ്ക്ക് ഒരു ഫ്രണ്ട്ലി നേഷനും ഇല്ല എന്നുള്ള അവസ്ഥയിലായിരിക്കുകയാണ്. കാരണം ഇസ്രായേലിന്റെ ആവശ്യങ്ങളെ പോലും അപ്പാടെ അങ്ങ് എടുക്കുന്നില്ല ട്രംപ്. അതാണ് നിലവിലെ സാഹചര്യം. അതിന് പ്രധാനമായിട്ട് മറ്റുള്ള അമേരിക്കയ്ക്ക് എതിർച്ചേരിയുള്ള രാജ്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ഇറാനെ മാത്രമല്ല, ഇറാന്റെ പുറകിൽ നോർത്ത് കൊറിയ ഉണ്ടെന്ന് പറയുന്നുണ്ട്, അതേപോലെ തന്നെ റഷ്യ ഉണ്ടെന്ന് പറയുന്നുണ്ട്, അതേപോലെ ചൈന ഉണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പല രാജ്യങ്ങളും ഉണ്ടെന്നുള്ള കോൺസ്പിറസി തിയറികളൊക്കെ വരുന്നുണ്ട്. അവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ആരും തന്നെ അങ്ങനെ മിസൈലുകളൊക്കെ കൊടുത്ത് സഹായിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ആ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. അതൊരു സൈഡിൽ നടക്കുക. ഇറാന്റെ ഉള്ളിൽ ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ വൻ ആഘോഷമായിരുന്നു അവിടെ നടന്നത്. ഈ ആഘോഷത്തിനേക്കാളും ഈ ആഘോഷം എങ്ങനെയായിരുന്നു എന്നുള്ളത് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാനാണ് ഞാൻ വീണ്ടും ഇത് ആവർത്തിച്ച് ഇവിടെ പറയുന്നത്. ആഘോഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സൈറ്റൻ, അതായത് ചെകുത്താന്റെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനെ അമേരിക്കയുടെ പ്രതീകമായിട്ടും ട്രംപിന്റെ പ്രതീകമായിട്ടും നെതന്യാഹുവിന്റെ പ്രതീകമായിട്ടൊക്കെ അതിനെ ചിത്രീകരിച്ചുകൊണ്ട് അതിന്റെ മൂട്ടിൽ തീയിട്ട് ആഘോഷിക്കുന്ന വശങ്ങൾ, അതുപോലെ തന്നെ വലിയ വലിയ ശവപ്പെട്ടികൾ ഉണ്ടാക്കിക്കൊണ്ട് അതിൽ ഓരോരുത്തരുടെയും പേര് എഴുതി വെച്ചിട്ട് അമേരിക്കൻ ഫ്ലാഗ് അതിനകത്ത് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ട് അതിനെ കത്തിച്ച് കളയുന്ന രീതിയിലുള്ള ആഘോഷങ്ങൾ, അത് കംപ്ലീറ്റ് വയലന്റ് ആണ്. വയലന്റ് എന്ന് പറഞ്ഞാൽ വയലന്റ് ആണ്. ആ രീതിയിലുള്ള ആഘോഷങ്ങളാണ് അവിടെ നടന്നത്. അപ്പോൾ വലിയ രീതിയിൽ തന്നെ ഈ IRGCയെ സപ്പോർട്ട് ചെയ്ത് ഒരു പറ്റം ജനങ്ങൾ അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു തെരുവിൽ. പ്രത്യേകിച്ച് ആയത്തല കമ്പനിയുടെ ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് എന്തിനാണ് സൂചിപ്പിക്കുന്നത് പറഞ്ഞാൽ അമേരിക്ക ലുക്ക് അറ്റ് ദിസ് ക്രൗഡ്, അതായത് നിങ്ങൾ ഞങ്ങളുടെ IRGCക്ക് ഇവിടെ സപ്പോർട്ടില്ല എന്നുള്ള തരത്തിലാണ് നിങ്ങളുടെ വാർത്തകൾ. സോ ഇവിടെ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല. ഞങ്ങൾ നല്ല സപ്പോർട്ടിൽ തന്നെയാണ് ഇവിടെ ഞങ്ങൾ രാജ്യം ഭരിക്കുന്നത്. ഞങ്ങൾ 47 വർഷമായി. സോ അങ്ങനെ ഞങ്ങളുടെ റെജീമിനെ അങ്ങോട്ട് തകർത്ത് കളയാമെന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ, മറ്റൊരു സൈഡിൽ IRGCയെ എതിർത്തുകൊണ്ട് ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവർ കൂക്കി വിളിക്കുന്നുണ്ട്, ആയത്തുള്ള അലി ഖമനേയ്ക്ക് എതിരെയുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, സ്ലോഗൻസ് ഒക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഒരു സൈഡിൽ ഇരുന്നാലും അവർ ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റില്ല. ഓപ്പൺ ആയിട്ട് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ അവർ തട്ടിക്കളയും. അപ്പോൾ ഇതാണ് ഇറാനിലെ സാഹചര്യം. അത് കഴിഞ്ഞാൽ അതൊക്കെ ശരിയാണ്. പക്ഷേ ഇറാന്റെ ഉള്ളിലെ എക്കണോമിക് സ്ഥിതി എന്താണ്? അവിടുത്തെ ബാങ്കുകളൊക്കെ തുറന്ന് പ്രവർത്തിക്കുമോ? അവർ കറൻസി മൂല്യം ഉയർന്നോ? ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും ചോദിക്കരുത്. പക്ഷേ IRGC ഇവിടെ ഭരിക്കും. അതാണ് IRGCയുടെ നിലപാട്. ഉള്ള സാഹചര്യത്തിൽ ഇറാൻ കൺക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. ഇറാൻ എങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്യുന്നത് പറഞ്ഞാൽ, ഇത്രയും ശക്തമായ രീതിയിൽ ജനപിന്തുണയുള്ള IRGCയെ നിങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. യെസ്, ചർച്ചയാവാം, ന്യൂക്ലിയർ ആയുധത്തിനെ കുറിച്ച് മാത്രം ചർച്ചയാവാം, അല്ലാതെ ബാലിസ്റ്റിക് മിസൈലുകളെയോ മറ്റുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ഞങ്ങളുടെ ഇടപാടുകളെയോ ആ രീതിയിലുള്ള ഒരു ചർച്ചയും നിങ്ങളോട് ഞങ്ങൾക്ക് ചെയ്യേണ്ടതില്ല. അമേരിക്ക ആരാണ് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഗ്ലോബൽ പ്രൊട്ടക്ഷൻ എന്നുള്ള നിലയിൽ ഈ ന്യൂക്ലിയർ ആയുധങ്ങളെക്കുറിച്ച് വേണമെങ്കിൽ മാത്രം നമുക്ക് വേണമെങ്കിൽ ചർച്ചയാവാം. ബാക്കിയുള്ള ഒരു വിഷയത്തിനെക്കുറിച്ചും ചർച്ച ചെയ്യാനില്ല. ഈ ന്യൂക്ലിയർ ആയുധത്തിനെക്കുറിച്ച് വേണമെങ്കിൽ ചർച്ച നടത്താം. എങ്ങനെ, ഏതവസ്ഥയിൽ? ഈ അവസ്ഥയിലല്ല. അതായത് സാങ്ഷൻസ്, ഞങ്ങളുടെ മേലുള്ള ഉപരോധങ്ങൾ പൂർണ്ണമായിട്ടും എടുത്ത് മാറ്റിയിട്ട് നിങ്ങൾ വരൂ, നമുക്ക് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞിട്ട് വ്യക്തമായ ഒരു ഡേറ്റോ ഒരു രീതിയിലുള്ള അറിയിപ്പോ കൊടുക്കാണ്ട് അടുത്ത ഘട്ട ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല എന്നുള്ള നിലയിലാണ് ഇറാൻ നിലപാടെടുത്തിരിക്കുന്നത്. ശക്തമായ നിലപാട്. ഇനി ട്രംപിന് തീരുമാനിക്കാം അഭിമാനപൂർവ്വം എന്തെങ്കിലും ചെയ്യണോ, ഇല്ലെങ്കിൽ ഒളിച്ചോടണോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ആയുധങ്ങളൊക്കെ കെട്ടിപ്പിറക്കി വീണ്ടും തിരികെ അമേരിക്കയിലേക്ക് ഇതിനെ കൊണ്ടുപോകണം എന്നുള്ളതിനെയൊക്കെ കുറിച്ച് ട്രംപിന് ഇരുന്ന് റൂം എടുത്ത് ലക്ഷറി ഹോട്ടലിൽ ഇരുന്ന് വേണമെങ്കിൽ ആലോചിച്ചിട്ട് വേണമെങ്കിൽ വന്ന് തീരുമാനം പറയാം, ഇല്ലെങ്കിൽ ട്വീറ്റിൽ ഇങ്ങനെ പറയാം. അത് വേറൊരു സംഭവമാണ്. ട്രംപിന്റെ ട്വീറ്റിന്റെ ആ ഫോർമാറ്റ് ഒക്കെ എടുത്ത് പ്രിന്റ് ഔട്ട് ചെയ്ത് അതിനൊക്കെ വലിയ ഫ്ലെക്സ് അടിച്ച് ട്വീറ്റുകളെല്ലാം കൊണ്ട് ചവിറ്റുകൊട്ടയിൽ ഇടുന്നത് പോലെയുള്ള ഒരു ഡെമോയും കൂടി ഇറാന്റെ ആഘോഷത്തിൽ അവർ ഉൾപ്പെടുത്തിയിരുന്നു. അമേരിക്കയും ഇസ്രായേലെയും ഏതൊക്കെ തരത്തിൽ പ്രകോപിപ്പിക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം ആഘോഷം നല്ല രീതിയിൽ പൊലിപ്പിച്ചിട്ടുണ്ട് ഇറാന്റെ ഉള്ളിലും. JD വാൻസിന്റെ ഡബിൾ സ്റ്റാൻഡ്. JD വാൻസ് അർമേനിയയിൽ പോയപ്പോഴത്തേക്കും അർമേനിയയുടെ ജനോസൈഡ് സൈറ്റുകൾ സന്ദർശിക്കുകയും അതിനെക്കുറിച്ച് വലിയ രീതിയിൽ ഒരു ട്വീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് മനസ്സിലാക്കിക്കോണം. അപ്പോൾ ഈ ട്വീറ്റ് ഇട്ടത് ഈ അർമേനിയ ബേസിക്കലി ഒരു ക്രിസ്ത്യൻ ഓറിയന്റഡ് ആയിട്ട് ഒരുപാട് ക്രിസ്ത്യാനികളെ, അതായത് അർമേനിയ ആദ്യത്തെ ക്രിസ്ത്യൻ രാജ്യമാണ്. അങ്ങനത്തെ ഒരു രാജ്യത്തിന് സംഭവിച്ച ജനസൈഡ് എന്ന് പറഞ്ഞാൽ തുർക്കിയാണ് ഈ അർമേനിയയിലുള്ള ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല ചെയ്യുന്നത്. അപ്പം ഈ തുർക്കിയുടെ ഇൻഫ്ലുവൻസ് ഉടനെ തന്നെ വന്ന് തുർക്കി നടത്തിയ ഈ ജനസൈഡിനെ ഒരു ട്വീറ്റ് ഇട്ട് ലോകത്തോട് അറിയിക്കുമ്പോൾ അത് ശരിക്കും തുർക്കിക്കാണ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ്.
അപ്പോൾ തുർക്കി ഇങ്ങനെ ജനോസൈഡ് നടത്തിയ രാജ്യമാണെന്ന് പൊതുവിൽ ലോകത്തോട് വിളിച്ച് പറയുകയാണ് ജെ ഡി വാൻസ് ചെയ്യുന്നത്. ജെ ഡി വാൻസ് ഭയങ്കരമായിട്ടുള്ള ഇവാഞ്ചലിസ്റ്റ് ആണ്, ഭയങ്കര ഗോസ്പൽ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ജെ ഡി വാൻസ് ഇമീഡിയറ്റ് ആയിട്ട് ആ ട്വീറ്റ് ഡിലീറ്റ് ചെയ്തു. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവരുടെയൊക്കെ ഇവാഞ്ചലിസം ഇതൊക്കെ ഏത് ലെവൽ വരെയാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഈ തുർക്കി നടത്തിയ ജനോസൈഡ് ചരിത്രത്തിൽ ഉള്ള ജനോസൈഡാണ്. അതിനെ ഇപ്പോൾ പറയുന്നത് കൊണ്ട് പ്രശ്നങ്ങളൊന്നും വലിയ രീതിയിൽ ഉണ്ടാവാനില്ല. എന്നാൽ പോലും ആ ട്വീറ്റ് എഴുതാൻ കൈവിറയ്ക്കുന്ന ജെ ഡി വാൻസ്. അത് തുർക്കിയെ പേടിച്ചിട്ടാണോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ISIS ഭീകരന്മാർ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തു കളയുമെന്ന് വിചാരിച്ചിട്ടാണോ എന്ന് നമുക്കറിയില്ല. കാരണം ഇനി അടുത്ത അസർബൈജാനിലോട്ടാണ് പോയത്. അപ്പോൾ അവിടെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പുള്ളിക്ക് സ്കെച്ച് ഇടാനുള്ള സാധ്യതയുണ്ടോ എന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല. ഏത് തരത്തിലുള്ള ഇടപെടലാണെങ്കിലും ജെ ഡി വാൻസിന്റെ ഡബിൾ സ്റ്റാൻഡ് കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാനഡ ചൈനയോടൊക്കെ ഭയങ്കരമായിട്ടുള്ള എഗ്രിമെന്റ് ഒക്കെ വെച്ച് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്ന സാഹചര്യത്തിൽ, ട്രംപിനെതിരെ ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്ന സാഹചര്യത്തിൽ മാർക്ക് കർണിക്ക് ചെറുതായിട്ടൊരു വീഴ്ച. ഈ വീഴ്ച എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ അമേരിക്കയുടെ ഏതാണ്ട് ഹാഫ് പേയ്മെന്റ് ഒക്കെ നടത്തി മുന്നോട്ട് F-35 ഫൈറ്റർ ജെറ്റുമായിട്ട് ബന്ധപ്പെട്ട ഡീലിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കാനഡ ഇമീഡിയറ്റ് ആയിട്ട് യൂ-ടേൺ അടിച്ചിട്ട് സ്വീഡനുമായിട്ട് സംസാരിച്ചിട്ട് യൂറോപ്യൻ സൈഡിലേക്കുള്ള ഫൈറ്റർ ജെറ്റ് ഡീലിംഗ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ ഡീലൊക്കെ സൈൻ ചെയ്ത് ആ സാഹചര്യത്തിൽ ട്രംപ് കൃത്യമായിട്ട് ഒരു ചെക്ക്മേറ്റ് വെച്ചിരിക്കുകയാണ്. അത് കാനഡയ്ക്കും അമേരിക്കയ്ക്കും ഇടയിൽ ഒരു പാലം പണിതിട്ടുണ്ട്. ഈ പാലവുമായിട്ട് ബന്ധപ്പെട്ട് ഫണ്ടിങ്ങിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഈ പാലവുമായിട്ട് ബന്ധപ്പെട്ട ഫർദർ പ്രോഗ്രസ് ആ വർക്കിൽ ട്രംപ് ഇച്ചിരി പിന്നോട്ട് പോകും എന്നുള്ളൊരു പ്രഖ്യാപനം. അങ്ങനെ ഒരു പ്രഖ്യാപനം വന്ന ഉടനെ കാനഡയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ കാനഡ ഈ പാലവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കാനും അപ്പോൾ അതിനെ ചൊല്ലി കാനഡ അങ്ങോട്ട് ട്രംപിനെ വിളിച്ചപ്പോഴത്തേക്കും ട്രംപ് വളരെ കടുത്ത ഭാഷയിലാണ് മാർക്ക് കർണിയോട് പെരുമാറിയത്. നീ ചൈനയ്ക്കൊക്കെ പോയിട്ട് വന്നതല്ലേ എന്നുള്ള നിലയിൽ. അപ്പോൾ അതിനെ തുടർന്ന് ഇച്ചിരി സംസാരിച്ച് മയപ്പെടുത്തിയ അവസാനം ഒരു 14 F-35 ഞാൻ വാങ്ങിക്കാം എന്നുള്ള രീതിയിൽ കാനഡ അങ്ങോട്ട് കൺസെന്റ് കൊടുത്തു. അതായത് ഫർദറായിട്ട് എഗ്രി ചെയ്ത എമൗണ്ട് കാനഡ പേ ചെയ്യും. അപ്പം അത് ഒരു നിശ്ചിത വർഷത്തേക്ക് അതിൻ്റെ പീരിയോഡിക് മെയിൻ്റനൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് അമേരിക്കയെ എൻഗേജ് ചെയ്യിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഡീലിലേക്ക് പോവാമെന്ന് ധാരണയായിട്ടുണ്ട്. ഇതുവരെ ഡീൽ ഒപ്പിട്ടിട്ടില്ല. പക്ഷേ ഇപ്പം നിലവിലെ സാഹചര്യം ഇതാണ്. കാനഡയ്ക്കും അമേരിക്കയ്ക്കും ഉള്ളിൽ ആ പ്രശ്നമുണ്ട്. പക്ഷേ എന്നാലും അവർ അതിനെ മറികടന്നുകൊണ്ട് ഒരു പുതിയ തലത്തിലേക്ക് നീങ്ങുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. അപ്പം നിലവിൽ വളരെ പ്രാഥമിക ഘട്ടത്തിലാണ് ഈ F-35 ഡീലുമായിട്ട് ബന്ധപ്പെട്ട് കാനഡ അമേരിക്ക ചർച്ച നടത്തിയിരിക്കുന്നത്. അത് ഇന്ന സാഹചര്യത്തിലാണ്. അത് അമേരിക്ക കൃത്യമായിട്ട് കാനഡയെ വരുതിക്ക് വരുത്താൻ വേണ്ടിയിട്ട് ചില പ്രോജക്റ്റുകളിൽ നിന്നും പിന്മാറും എന്ന് പറഞ്ഞതിനെ തുടർന്നാണ് മാർക്ക് കർണിയെ അമേരിക്കയെ അങ്ങോട്ട് വിളിച്ച് അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ ഫൈനലി 90 ബില്യൺ യൂറോ ഉക്രൈന് ലോണായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. റീപേയ്മെന്റ് മെത്തേഡിലാണ് കൊടുക്കുന്നത്. അതിൽ 60 ബില്യൺ യൂറോ വർത്തുള്ള ആയുധങ്ങളും ബാക്കിയുള്ളത് ഫൈനാൻഷ്യൽ എയ്ഡ്, അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ ബെൽജിയം, ഹംഗറി ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾ ഇതിനകത്ത് സമ്മതം അറിയിച്ചിട്ടില്ല. എന്നാലും ഞങ്ങൾ ഇത് സ്വമേധയാ തീരുമാനിച്ചങ്ങ് കൊടുക്കുമെന്നുള്ള നിലപാടാണ് യൂറോപ്യൻ യൂണിയന്റെ ഫോറിൻ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ഖായ കല്ലാസ് ഇന്ന് ബ്രസൽസിൽ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞു വെച്ചത്. ഇനിയിപ്പോൾ അത് എങ്ങനെയാണ് അവർ പരിഹരിക്കാൻ പോകുന്നത് നമുക്കറിയില്ല. പക്ഷേ ഇവർ വീണ്ടും ഉക്രൈൻ വാറിന് ഫണ്ട് ചെയ്യുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വാർ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തന്നെയാണ് യൂറോപ്പ് ആഗ്രഹിക്കുന്നത്. ഈ പ്രവൃത്തി ശരിക്കും നല്ല പ്രവൃത്തിയല്ല. കാരണം ഉക്രൈൻ തളർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പിന്നെ യൂറോപ്പ് നമുക്കൊന്നും പറയാനില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ. കാരണം മാക്രോൺ പറഞ്ഞിരിക്കുന്നത് നമ്മൾ അമേരിക്കയ്ക്കെതിരെയുള്ള നിലപാട് വളരെ ശക്തമാക്കണം. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കും ഉക്രൈൻ്റെ ഇതേ ഗതി വരും. അപ്പോൾ അതുകൊണ്ട് പ്രോ യൂറോപ്പ് നിലപാടാണ് നിങ്ങളെല്ലാം എടുക്കേണ്ടത് എന്ന് യൂറോപ്യൻ യൂണിയനോട് അങ്ങോട്ട് ഉപദേശിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് വളരെ ശക്തമായിട്ട് യൂറോപ്യൻ യൂണിയൻ നമ്മൾ യൂറോപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രോ യൂറോപ്പ് നിലപാടാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് വിസ, മാസ്റ്റർ കാർഡുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ നിർണായക തീരുമാനം എടുത്തിട്ടുണ്ട്. കാരണം ഈ വിസ, മാസ്റ്റർ എല്ലാം തന്നെ അമേരിക്കൻ കണക്ഷൻ ഇല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് യൂറോപ്പിന് വേണ്ടി മാത്രം ഒരു സെപ്പറേറ്റ് വിങ് ആയിട്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അമേരിക്ക ഇതിനകത്ത് ഇടപെടാത്ത രീതിയിൽ, അതായത് നാളെ ഒരു സാങ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിലക്കോ എന്തെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ വിസ, മാസ്റ്റർ എന്ന് പറഞ്ഞ ആ രീതിയിൽ യൂറോപ്പിനെ പെടുത്താതിരിക്കാനും യൂറോപ്പിന്റെ ട്രാൻസാക്ഷൻസ് മുടങ്ങിപ്പോവാതിരിക്കാനും വേണ്ടിയിട്ട് യൂറോപ്പ് ഒരു മുൻകരുതൽ എന്നുള്ള നിലയിലാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തിരിക്കുന്നത്. പക്ഷെ ഇത് പ്രാക്ടിക്കലായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. അവരിങ്ങനത്തെ പ്രസ്താവനകളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, ഐഡിയാസ് ആണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് പ്രാവർത്തികമാക്കാൻ ഒരുപാട് ഇതിനകത്ത് പരിശ്രമിക്കേണ്ടതുണ്ട്. ഇതിന്റെ പിന്നാമ്പുറത്ത് ഒരുപാട് പണികളുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയുടെ UPI പേയ്മെന്റ് അവർക്ക് നല്ലൊരു മാതൃകയാണ്. വിസയ്ക്കും മാസ്റ്ററിനും നല്ല രീതിയിലുള്ള ഒരു റീപ്ലേസ്മെന്റ് ആണ്. വേണമെങ്കിൽ ഇത് അവർക്ക് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ യൂറോപ്യൻസ് അല്ലേ, അവരുടെ ഹെഡ് വെയിറ്റ് ഇത് അംഗീകരിക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല. ഇന്ത്യൻ ടെക്നോളജിയൊക്കെ നമ്മൾ ഉപയോഗിക്കണോ, ആ രീതിയിലൊക്കെ ചിന്തിക്കും അവർ. അങ്ങനത്തെ മനുഷ്യന്മാരാണ് അവർ. അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ നമ്മുടെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് അവർക്ക് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ, കൺവീനിയൻ്റ് ആയിട്ട്. ഒരുപാട് രാജ്യങ്ങൾ ഇന്ത്യയുടെ ഉപയോഗിക്കുന്നുണ്ട്, UAE ഉൾപ്പെടെ ഉപയോഗിക്കുന്നുണ്ട്, ഇപ്പോൾ മലേഷ്യ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്, പല രാജ്യങ്ങളും ആഫ്രിക്കൻ റീജിയനിൽ പല രാജ്യങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. യമൻ്റെ ഉള്ളിൽ ഒരു പുതിയ ഹൈപ്പർ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണ്. ആ ഹൈപ്പർ മാർക്കറ്റിലേക്ക് തള്ളിക്കയറുന്ന രംഗമാണ് നിങ്ങളിവിടെ കാണാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ ഈ ഷോപ്പ് ഓപ്പൺ ചെയ്ത ഓണറിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ പതിയെ ഒരു പെട്ടിക്കട ഓപ്പൺ ചെയ്യുക,
പിന്നീട് സൈഡിൽ എക്സ്പാൻഡ് ചെയ്യുക, പിന്നെ തുടരെ എക്സ്പാൻഷൻ നടത്തി വലിയ ഷോപ്പ് ആക്കുന്നതായിരിക്കും നല്ലത്. അതായത് ഇതുപോലത്തെ മൾട്ടി ലെവൽ ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റുകളൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഈ അവസ്ഥ തന്നെയായിരിക്കും. പിന്നെ നമ്മളൊരിക്കലും പാകിസ്ഥാനിൽ ഇതേപോലെ ഒരു അവസ്ഥ കണ്ടതാണ്. ആ തുറന്ന അന്ന് തന്നെ അടിച്ചു പൊട്ടിച്ച്, അതായത് ഈ തുറക്കുന്ന ദിവസം ഓഫർ കൊടുക്കും. ഈ ഓഫർ കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് തള്ളിക്കയറുന്നതാണ്. ഇതിപ്പോൾ ഓഫർ കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് തള്ളിക്കയറിയതല്ല, അല്ലാതെ തന്നെ മോട്ടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് കയറുന്നത്. അതാണ് അവസ്ഥ. 2 വോട്ടെടുപ്പ് നടന്നായിരുന്നു. അതൊന്ന് അമേരിക്കയിൽ ഇന്ത്യയെ പോലെ തന്നെ അമേരിക്കൻ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വോട്ടർ ഐ ഡി, അതായത് സിറ്റിസൺസിന് വോട്ടർ ഐ ഡി കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പോസിറ്റീവ് റെസ്പോൺസ് ആണ് അമേരിക്കൻ സെനറ്റിൽ ഇന്ന് പാസ്സാക്കിയത്. അതായത് നമുക്ക് ഇലക്ഷൻ ഐ ഡി ഉള്ളതുപോലെ അമേരിക്കയിൽ ഇലക്ഷൻ ഐ ഡി ഒന്നുമില്ല, ബാലറ്റ് പേപ്പർ വോട്ടിംഗ് ആണ്. ഇപ്പോൾ ഈ പേപ്പറിൽ പഴയതുപോലെ സ്റ്റാമ്പ് ചെയ്ത് ബോക്സിലിട്ടിട്ട് പോകുന്ന പരിപാടിയാണുള്ളത്. അപ്പോൾ അതാണ് കൂടുതൽ റിലയബിൾ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അവരിപ്പോൾ ഇലക്ഷൻ ഐ ഡിയിലേക്ക് വരികയാണ്. ഇപ്പോൾ ഇലക്ഷൻ ഐ ഡി നിർബന്ധമായിട്ട് വേണം എന്നുള്ളൊരു നിയമം ഇപ്പം അമേരിക്കയിൽ പാസ്സായിട്ടുണ്ട്. അതിനെ തുടർന്ന് വേറൊരു നിയമം കൂടി പാസ്സായി. അതായത് കാനഡയ്ക്ക് 100% താരിഫ്, 200% താരിഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ട്രംപ് തോന്നിവാസം താരിഫ് പ്രഖ്യാപിക്കുന്ന അവസ്ഥയിൽ ആ വിഷയം സെനറ്റിൽ വോട്ടെടുപ്പിന് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് കാനഡയും അമേരിക്കയും തമ്മിൽ ബന്ധം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ തുടർന്ന് ശരിക്കും അവിടുത്തെ സെനറ്റിൽ വോട്ടെടുപ്പ് നടത്തിയപ്പോഴത്തേക്കും കോൺഗ്രസ്സിൽ 216 വോട്ടിന് വിജയിച്ചിരിക്കുകയാണ്. ട്രംപിൻ്റെ കാനഡയ്ക്ക് മേലിലുള്ള താരിഫ് പ്രഖ്യാപനം ഇനി നിലനിൽക്കില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സെനറ്റിലെ വോട്ടെടുപ്പിൽ ട്രംപിൻ്റെ താരിഫ് പ്രഖ്യാപനത്തിന് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇതിലിപ്പോൾ വലിയ കാര്യമൊന്നുമില്ല. 6 റിപ്പബ്ലിക്കൻ വോട്ടേഴ്സ് ഡെമോക്രറ്റിനോടൊപ്പം ചേർന്ന് കാനഡയ്ക്ക് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് നമ്മൾ ഇവിടെ നോക്കി കാണേണ്ടത്. അതായത് ട്രംപിൻ്റെ പാർട്ടിക്കുള്ളിൽ തന്നെ ട്രംപിൻ്റെ നയങ്ങളിൽ താല്പര്യമില്ലാത്ത വിയോജിപ്പ് രേഖപ്പെടുത്തുന്ന റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് വലിയ കാര്യമൊന്നുമില്ല. ട്രംപിനെതിരെ സെനറ്റിലും കോൺഗ്രസിലും പലതവണ ഇതേപോലത്തെ റെഫറൻഡം പാസ്സാക്കിയാലും ട്രംപ് വീണ്ടും പോയിട്ട് ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ പാസ്സാക്കിയിട്ട് അത് നടപ്പിലാക്കും. അതാണ് ട്രംപിൻ്റെ നിലപാട്. ട്രംപ് ഇതിനെ അതേപോലെ തള്ളിക്കളഞ്ഞിട്ട് തന്നെയാണ് പോയിരിക്കുന്നത്. അയാൾ പറഞ്ഞിരിക്കുന്നത്, ഞാൻ വീണ്ടും ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ പാസ്സാക്കിയിട്ട് ഇതിനെ തള്ളിക്കളയും, ഞാൻ ഇങ്ങനെ താരിഫ് ഇട്ടുകൊണ്ട് തന്നെ പോകും. താരിഫാണ് ഈ രാജ്യത്തിന്റെ വരുമാനത്തിന്റെ പുരോഗതിയിലേക്ക് നയിക്കുന്നത്. ഞാൻ വരുന്നതിന് മുമ്പ് ഇവിടുത്തെ ഖജനാവ് കാലിയായിരുന്നു, ഞാൻ വന്ന് താരിഫ് അപ്ലൈ ചെയ്തിട്ടാണ് ഇത്രമാത്രം വരുമാനം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള ന്യായവാദങ്ങളൊക്കെ ട്രംപ് ഉയർത്തുന്നുണ്ട്. പാകിസ്ഥാന്റെ പാർലമെന്റിന്റെ ഉള്ളിൽ പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്റ്റർ ഖ്വാജ ആസിഫ് ഭയങ്കര കരച്ചൽ സീരിയസ് ആയിട്ട് കരച്ചൽ. കാര്യം വേറെ ഒന്നുമില്ല, അമേരിക്ക നമ്മളെ പേപ്പർ പോലെ, കടലാസ് പോലെ അങ്ങ് ചുരുട്ടിക്കൂട്ടി അങ്ങ് എറിഞ്ഞു കളഞ്ഞ് നമ്മളെ ആവശ്യത്തിനെടുത്ത് ഉപയോഗിച്ചു. ഇപ്പം നമ്മൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വേസ്റ്റ് പേപ്പർ മാത്രം എന്നുള്ള നിലയിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ പറഞ്ഞുകൊണ്ട് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം വേറെ ഒന്നുമില്ല, ഈ BLA അവർ തീവ്രവാദ പട്ടികയിൽ ഉൾപ്പെടുത്താൻ പറഞ്ഞു. അമേരിക്ക BLA തീവ്രവാദ പട്ടികയിൽ ഉൾപ്പെടുത്തി. അതിന് പ്രത്യുപകാരമായിട്ട് ഇവരെന്താണ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇവർ റെയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട കരാറിൽ ഇവർ ഒപ്പിട്ട് കൊടുത്തു. അപ്പോൾ അത് തീർന്ന്. ഇനി അമേരിക്കൻ കമ്പനി വരും, അവർ കുഴിക്കും, എടുക്കും, പോവും. കാരണം കരാറുണ്ടേ. അപ്പോൾ ഇവർക്ക് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇനിയിപ്പം വേണ്ടി വന്നാൽ BLAയുമായിട്ട് സംസാരിച്ച് BLA അന്വയിപ്പിച്ച് അമേരിക്കയ്ക്ക് അവിടെ പോയിട്ട് മണ്ണ് വാരിക്കൊണ്ട് പോകാൻ അവരെ കൊണ്ട് സാധിക്കും. പക്ഷെ പാകിസ്ഥാൻ അവിടെ നോക്കുകുത്തിയായിട്ട് നിൽക്കും. ഇത് നമ്മൾ പണ്ടേ പറഞ്ഞിരുന്നതാണ്, പാകിസ്ഥാൻ ഇതേ അവസ്ഥയിൽ ഇതിനെ എത്തിപ്പെടുന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ BLA തീവ്രവാദികളായിട്ട് പ്രഖ്യാപിച്ചല്ലോ, അപ്പോൾ അവർ തീവ്രവാദികളാണ്, നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം, ഈ BLAയെ അടിച്ചൊതുക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ ഇടപെടൽ വേണം എന്ന് പറഞ്ഞിട്ട് നിരന്തരം 4-5 ദിവസങ്ങളായിട്ട് അവിടെ ചെന്ന് കരയാണ് അമേരിക്കയിൽ. പക്ഷേ അമേരിക്ക അമ്പിന് വില്ലിന് എടുക്കുന്നില്ല. ആ പ്രശ്നത്തിൽ ഞങ്ങൾ ഇടപെടത്തില്ല എന്ന് പറഞ്ഞിട്ട് അപ്പാടെ കൈ കഴുകി മാറി നിൽക്കുകയാണ്. ഇതുകൊണ്ടാണ് പാകിസ്ഥാന് ഭയങ്കര വിഷമം. പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്റ്റർ ഖ്വാജ ആസിഫ് ഇരുന്ന് കരച്ചൽ പാർലമെന്റിൽ. ഇന്ന് കരഞ്ഞിട്ട് എന്ത് കാര്യം? അങ്ങനെ അമേരിക്കയെ ഓപ്പണായിട്ട് തള്ളി പറഞ്ഞിരിക്കുകയാണ്. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇന്ത്യയും ചൈനയും തമ്മിൽ മികച്ച ട്രേഡിംഗ് പാർട്ട്നേഴ്സ് ആണ് എന്നുള്ള നിലയിൽ ചൈന കൂടുതൽ സഹകരിക്കും, ഇന്ത്യയുമായിട്ട് കൂടുതൽ സഹകരിക്കും. ഇന്ത്യ ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ഓപ്പർച്യൂണിറ്റിസ്റ്റ് അല്ല, ഓപ്പർച്യൂണിറ്റി. ഇന്ത്യയിൽ ഒരുപാട് അവസരങ്ങളുണ്ട്, അത് 2 രാജ്യങ്ങളുടെയും വളർച്ചയ്ക്ക് ഉപകാരപ്പെടുമെന്നുള്ള നിലയിലുള്ള പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റുകളുമായിട്ട് ചൈന വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.